ഹേയ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്. അതെ, ഞാനുണ്ട്, അളിയനുണ്ട്, അച്ഛനുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് സുഹൃത്തുക്കളെ ഇന്ന് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അത് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണം അല്ലേ? അതെ അതെ അതെ. അച്ഛൻ അളിയ എന്റെ കൂടെ ഫസ്റ്റ് ടൈം അല്ലേ? ഓക്കെ ഓക്കെ. നമ്മളിവിടെ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നത് മറ്റേ ബോട്ടിൽ ഫ്ലിപ്പ് ഈറ്റിംഗ് ചലഞ്ചിനൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഈറ്റിംഗ് ചലഞ്ചിന് ഇങ്ങനെ ഇരുന്നിട്ടില്ല. നമ്മള് ഷവായി ഒക്കെ തിന്ന് അല്ലേ? അമ്മ സ്ലോ ഈറ്ററാ, പതുക്കെ തിന്നാൻ പറ്റും. അച്ഛനെ പൊട്ടിച്ചിട്ടില്ല അല്ലേ? ഞാൻ അച്ഛനെ ഒരു വട്ടം ഞാൻ തോപ്പിച്ചിട്ടുണ്ട് ബിരിയാണി ചലഞ്ചില്. ഇല്ല എന്നെയോ? നിന്റെ അച്ഛൻ പട്ടിണിയാ, ഉച്ചക്ക് കണ്ട് ഇച്ചിരി ചോറ് ഇന്നതേ ഉള്ളൂ. എന്നിട്ട് പറയുന്നത് എനിക്കറിയാം, കഴിക്കും, നല്ല വിശപ്പായിട്ടിരിക്കുകയാണ്. അച്ഛൻ പട്ടിണി ഇരുന്ന ഉച്ച തൊട്ട്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പക്ഷെ ഉച്ചക്ക് കഴിച്ചതേ ഉള്ളൂ. നമ്മളൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 1.5 കിലോ റൈസും. മുളക് അരയ്ക്കണം കേട്ടോ. നമ്മള് ഉണ്ടമുളക് അരച്ചാണ് വെക്കാൻ പോണ. ഇത്ര ഉണ്ടമുളക് വേണ്ട, കുറച്ച് മതി. അളിയ അമ്മ ഇത് കച്ചവടമൊക്കെ ഉണ്ട്. അമ്മയുടെ കുടുക്ക എന്തിയമ്മ? കുടുക്ക ഇവിടെ കണ്ടുണ്ട്. അതിനകത്ത് പൈസ കൊണ്ടുവന്ന് ഇപ്പോഴും തീർന്നാ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ചിക്കനുള്ള മസാല ആദ്യം സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് കോപ്പി ഇട്ടല്ല. ഉണ്ടമുളക് അരച്ചത്, പച്ചമുളക് ചേർക്കാൻ കേട്ടോ. ഉണ്ടമുളക് വേണമെന്നില്ല, നിർബന്ധമില്ല, പച്ചമുളകാണ് നല്ലത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഓ പറന്നത് പോയത്. മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ഇത് കുറച്ച് മല്ലിയില, തൈര്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ചല്ലോ. നാരങ്ങ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മസാല അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേന് ഇതങ്ങോട്ട് സെറ്റായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. 2 കിലോ തിളക്കാവോ? ഇതിന് 1 കിലോ തിളക്കാൻ പോരെ? ഇല്ല, പെട്ടെന്ന് എളുപ്പവും. എന്റെ ഇടത്തേക്ക് വെച്ച് ഉണ്ടാക്കി തോന്നുന്നു എനിക്ക് തിന്നാൻ. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇന്ന് അച്ഛനാണ് പാചകം. നെയ്, വെളിച്ചെണ്ണായി. ഇത് പൊടിച്ചിട്ട് വേണം ഇടാൻ. ജാതി പത്രിയൊക്കെ കുഴപ്പമില്ല. ജാതി പത്രി 1 സ്റ്റാർ കേട്ടോ, സൂപ്പർ സ്റ്റാർ ആവട്ടെ. 2 സ്റ്റാർ. പട്ട ഓക്കെ. ഇപ്പൊ പട്ട മാത്രമായ ഇളക്ക് 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 ഇളക്ക്. ഓഹോ ഓഹോ. കുരുമുളക്, പെരിഞ്ജീരകം, ഓമയ്ക്ക. ഇനി സവാള ഇവിടെ തട്ടാം. സവാള, pinch of salt, mix very well. തക്കാളി, ഓക്കെ ഗൈസ്. അപ്പൊ നമ്മള് ഉള്ളിയൊക്കെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കി കേട്ടാ. അപ്പോഴത്തേന് പെട്ടെന്ന് സെറ്റ് ആവും. തട്ട. ഇനി നമുക്ക് ചിക്കൻ തട്ടാം. സെറ്റായിട്ടിരിക്കുക. എന്തൊരു മണം, ഭയങ്കര മണം, ഫണ്ടാസ്റ്റിക്. കുറച്ച് വെള്ളവും കൂടെ. ഓ, ലെഗ് പീസ് കിടക്കുന്നുണ്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അച്ഛാ മിക്സ് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടില്ല, ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക ഇല്ലേ ചാ? നമ്മളും ഇപ്പോഴാണ് അറിഞ്ഞ് ഇങ്ങനെ വെച്ചത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും കൂടെ തട്ടാം. നമുക്ക് കുറച്ച് നെയ്യ്, 2 പേര് മുന്തിരിയൊന്നും ഇല്ല, അത്ര മതി.
അതെന്തോന്ന് എത്ര വിശ്വസിക്കണം? ഒരാൾക്ക് 3 പീസ് വെച്ചാണേ. എല്ലാം തുല്യമായിരിക്കണം കണക്ക്. ലാസ്റ്റ് പിന്നെ പരാതി പറയല്ലേ ഇത് കൂടുതലായിരുന്നു കുറവായിരുന്നു എന്നൊക്കെ. 1, 2, 3. നല്ല സൂപ്പർ മണം കേട്ടോ. കിടിലം ബിരിയാണിയാന്ന് തോന്നുന്നു. ഇപ്പൊ 3 പ്ലേറ്റ് നിറച്ചെടുക്കുമ്പോ അമ്മയ്ക്ക് കാണൂലല്ലേ? എനിക്ക് വേണ്ട, നിങ്ങൾ മത്സരിച്ച് ജയിച്ചാ മതി. വായിന്ന് വെള്ളം വരുന്നു. ആര് പറഞ്ഞു എന്റെ അച്ഛാ? അത്രയൊക്കെ ഇത്രയും വേണോ ചോറ്? ഇതിച്ച് കൂടുതലല്ലേ? ഇച്ചിരി വെയിറ്റ് കൂടുതല. എല്ലാം സമമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ആർക്കും കൂടുതൽ വേണ്ട കുറവായി എന്നൊന്നും പിന്നെ പരാതികൾ വരാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഓരോ പ്ലേറ്റ് ബിരിയാണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തുല്യ തൂക്കമാണ് അല്ലേ? എല്ലാം തുല്യ തൂക്കത്തിലാണ് എടുത്തിരിക്കുന്നത്. ആർക്കും കൂടുതലും ഇല്ല കുറവുമില്ല. അപ്പോൾ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു ചലഞ്ചാണ് ഈറ്റിംഗ് ചലഞ്ച് അല്ലേ? അതുപോലെ അളിയനും ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ഒരു ചലഞ്ചിന് ഈറ്റിംഗ് ചലഞ്ചിന് ഇരിക്കുന്നത്. താങ്കൾ വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ ജയിക്കത്തുള്ളൂ. അളിയനെ ജയിക്കുന്നു. അതെ, ഫുൾ കോൺഫിഡൻസ് ആണ്. അച്ഛൻ അങ്ങനെയല്ല, ജയിക്കുന്നത് ജയിക്കും. എനിക്ക് അച്ഛനെ ഒന്ന് കഴിച്ചിട്ട് തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ ഈറ്റിംഗ് ചലഞ്ചിൽ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ തോറ്റായിരുന്നു. അതുകൊണ്ട് ഇതിലെങ്കിലും എനിക്ക് പിടിക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ്, ടൈമർ അപ്പൊ സ്റ്റാർട്ട്. ഓക്കെ, ഓടുന്നു. ഓക്കെ, എടുത്തോളൂ. മണിക്കുട്ടി ഓടി തുടങ്ങി. മുട്ടയുണ്ട് കേട്ടാ, 3 പേർക്ക് 3 മുട്ട. അച്ഛൻ്റെ ഒരു ആവശ്യം. എന്റെ പൊന്നു, ഇത്രയും ചോറാ അച്ഛത് ആര് തിന്ന് തീർക്കോച്ചാ? ഇത്രയും ചോറ് വേണ്ടായിരുന്നു. ഇത് ഭയങ്കര കൂടുതലാണല്ലോ. നല്ല മുട്ട. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു ടൈമർ പോയി. അതിഗംഭീരമായ മത്സരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരും മിണ്ടാത്തെന്ത്? ഇവിടെ ഏതാണ്ട് കഴിയാറായി കേട്ടാ. ഇവിടെ ഏതാണ്ട് ഇത് കടുപ്പോടെ. അച്ഛനെ തോപ്പിക്കാൻ ആരുമില്ല മക്കളെ. മുട്ടയുണ്ട്. എന്റെ പൊന്നോ, ഇവിടെ കഴിഞ്ഞു. നിന്റെ ചോറൂടെ കൊണ്ട് തിന്നിട്ട് ഇവിടെ അച്ഛൻ തീർന്ന് റൈസ് തിന്ന്. അതുകൂടെ കൊറ വിശക്കുന്ന തിന്ന്. ചിക്കൻ ഉണ്ടേ. അയ്യോ, അച്ഛൻ റൈസ് എല്ലാം കഴിച്ചു തീർന്ന കേട്ടോ. ഇവിടെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് പറയൂ. ആ ചെമ്പിഞ്ഞെടുക്ക. അച്ഛൻ ചിക്കൻ കഴിച്ചിട്ടില്ലേ? അച്ഛൻ ഇന്നലെ തൊട്ട് പട്ടിണിയായിരുന്നു കേട്ടാ. അതാണ് ഇങ്ങനെ തിന്നുക.
ഭയങ്കര തോൽവിയായല്ലേ. ശ്രീത് പപ്പടം മാത്രമേ തിന്നുന്നുള്ളേ. പപ്പടം ഇട്ടാലും ടേസ്റ്റ് കിട്ടും. ഓ ഇനി നിങ്ങൾ രണ്ടുമല്ല ആരാ? നീ ജയിച്ചോ, നീ ജയിച്ചോ, കുഴപ്പമില്ല. തിന്നങ്ങോട്ട് കണ്ണുകളെന്തൊരു വിയർത്ത് വിയർത്ത്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇതോക്കട്ട് ഇങ്ങോട്ട് പപ്പടം ശ്രീത് പപ്പടം ഇറ്റും ചലഞ്ചായിരുന്നു കേട്ടോ. മൊത്തം പപ്പടം തിന്നിരുന്നു. മാമി പപ്പടം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചോറേ കഴിച്ചോളൂ, വിശന്ന് നിൽക്കും. എന്നിട്ട് പറഞ്ഞത് എന്ത് തിന്നുന്നത് തീറ്റയുണ്ട്. ചിരിക മണ്ടേ കയറും കേട്ടോ. ചുമ്മാരി കഴിക്കട്ടെ. പാവം ജോസ് കഴി. നീ ഇന്ന് കഴിക്കുന്നില്ലേ? അയ്യോ അമ്മയ്ക്ക് ചോറില്ലേ, അമ്മയ്ക്ക് ചോറില്ലേ. അമ്മക്ക് ഇഷ്ടംപോലെ ചോറുണ്ട്. ഇല്ല അച്ഛൻ ജയിച്ചെങ്കിൽ പിന്നെ ഇനി എന്തിനു തിന്നുന്നതാ ഇല്ലേ അളിയാ? ജോസ് കഴി, ജോസ് കഴി, ജോസ് കഴി. ഇല്ലല്ലേ പക്ഷേ കൊച്ചുവിനെയൊക്കെ കഴിച്ചത് എന്നെക്കാട്ടി അളിയൻ ആ കഴിക്കുന്നു. ശ്രീതു കഴിച്ചത് കേട്ടോ. ശ്രീതു അവൻ കഴിച്ചു കുറെ. നീ വയ്യട്ടോ, ഞാൻ വിടാ. നീ കൊച്ചുവിനാണ്ട് ഇനി ഇത്രയും ചോറ് ഇരിക്കും. അച്ഛൻ കംപ്ലീറ്റ് കഴിക്കോ? ഓ അച്ഛൻ ഒരു പ്ലേറ്റ് സലാഡ് നിന്ന്. സലാഡ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു സലാഡ്. പിന്നൊരു കാര്യം, ഈ സലാഡ് ഒഴിക്കുമ്പോഴാണ് മയം കിട്ടുന്നത്. അങ്ങ് മിണുങ്ങി ഇറങ്ങുക. ആ ശരിയല്ലേ, ഇറങ്ങിപ്പോ. ചുമ്മാ അതല്ല തിന്നത്, അതറിയത്തില്ലായിരുന്നു. അച്ഛൻ സലാഡ് ഒഴിച്ച് മൊത്തം കഴിച്ചു കേട്ടാ. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദ വിന്നർ ഓഫ് ദ ഷോ പ്രദീപ്. വിയർത്ത് ഒരു 100 പേരും കൂടെ അയക്കുന്നു ഷെയർഖാൻ. എനിക്ക് കണ്ടോ ഇത്രയും ചോറ് ബാക്കിയുണ്ട്. എനിക്കൊന്ന് എന്നെക്കാട്ടിയും അളിയും കഴിച്ചിട്ടുണ്ട് അവനെ അല്ലേ? എന്റെ കയ്യില് ചോറ് കൂടുതലായിരുന്നാ? ആയിരുന്നാ? ഇല്ല 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 അങ്ങനെയല്ല. ആ എന്റെ കയ്യില് ചോറ് കൂടുതലായിരുന്നു. അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും ചോറ് കുറവുണ്ടെന്ന് തോന്നിയത് ഇതിനകത്ത്. അല്ല ഇങ്ങോട്ട് നോക്കിയാണ്. ഭയങ്കര ടഫായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ ജയിച്ച കേട്ടോ. വെരി വെൽഡൺ അച്ഛ. അച്ഛനെ പാടാ അച്ഛനെ തോപ്പിക്കാൻ. എനിക്കും തല കയറക്കുന്നേ. സത്യയുടെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇനി എൻജോയ് ചെയ്ത് കഴിച്ചു. വേണ്ട മതി, ഇനി പോകൂല, ഒട്ടും പോകൂല. അങ്ങനെ അച്ഛൻ ജയിച്ചേട്ടോ. എല്ലാം ക്ലീൻ. സൂപ്പർ. അച്ഛന് ഇത് സമ്മാനം എന്നാ 4 മുട്ട. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അച്ഛൻ ജയിച്ചിരിക്കുന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അച്ഛൻ ഇപ്പം പ്രോ ലെവലിൽ കഴിക്കുന്നുണ്ട്. അച്ഛൻ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഏതാണ്ട് ഒരു 7 മിനിറ്റിലോ 8 മിനിറ്റിലോ കൊണ്ട് തിന്നു തീർത്താം. 2-3 കിലോ എന്തായാലും വരും ആ ബിരിയാണി. അതച്ഛൻ ഒരു 8 മിനിറ്റ് തിന്നാ തീർക്കാന്ന് വെച്ചാൽ അത് ചെറിയൊരു സംഭവമല്ല. അതൊരു കോമ്പറ്റീഷൻ ലെവൽ തിന്നക്കോണ അച്ഛാ. അല്ല ഞാൻ കാര്യം പറഞ്ഞതാ. അച്ഛൻ ഇപ്പൊ ആ ലെവലിലോട്ട് അച്ഛൻ വളർന്നച്ചാ. വലിയ മത്സരത്തിലൊക്കെ പോകാൻ തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അങ്ങനെയുള്ള മത്സരമൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനത്തെ മത്സരം സാപ്പാട്ട് രാമന്റെ ഈറ്റിംഗ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കും, കാണുന്നുണ്ട്. ട്രിക്കൊക്കെ പഠിച്ച് എങ്ങനെയാണ് ഒരു കയ്യൊക്കെ ഇറങ്ങി പോണ. അത് നിന്റെ അച്ഛനാണ് തോനെ സലാഡ് കഴിച്ചത്. അത് സൂപ്പറായിട്ട് കഴിച്ചേട്ടാ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് സിമ്പിൾ അല്ല കഴിച്ചു തീർക്കാൻ. അതെ അതെ, കാണുമ്പോ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ അങ്ങ് അകത്താക്കാന്ന് നടക്കത്തില്ല. ഇച്ചിരി പാടാ. പക്ഷെ ആസ്വദിക്കാൻ പറ്റത്തില്ല നമുക്ക്. അത് ശരിയാ, ഇങ്ങനെ കഴിക്കുമ്പോ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അച്ഛൻ ജയിച്ചിരിക്കുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ്, വെരി വെൽ ഡൺ. അച്ഛൻ നമുക്ക് ഉടനെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഇറക്കണം കേട്ടോ. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അച്ഛൻ ഒരു 8 മിനിറ്റിൽ അത്രയും വലിയ തിന്നൂർക്കാന്ന് വെച്ചാൽ ചെറിയൊരു സംഭവം അല്ലേ. സൂപ്പർ. ബിരിയാണി ഉണ്ടാക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഈറ്റിംഗ് ചലഞ്ച് ആക്കാന്ന് വിചാരിച്ചോട്ടോ. ഏകദേശം അത്രേ ഉള്ളൂ. എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ ബൈ.